നമുക്കറിയാം ഇവിടെ ഒരുപാട് ക്രിയാപദ്ധതികൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നടന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് യാഗങ്ങളും പൂജകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ക്രിയാപദ്ധതിയെല്ലാം തയ്യാറാക്കി അതിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാമിജി, എങ്ങനെയുണ്ടായിരുന്നു മഹോത്സവം? ഇത് ഞാനാണോ പറയേണ്ടത് ജനങ്ങളാണോ പറയേണ്ടതെന്നുള്ള സംശയം. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. തുടങ്ങുന്ന സമയത്ത് ഒരു 50,000 പേര് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ദിവസം 2 ലക്ഷം 3 ലക്ഷം വരുന്ന സ്ഥലത്തേക്ക് എത്തി. ഒരു തൃപ്തി ഉണ്ടല്ലോ, നമ്മൾ അന്നം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു തൃപ്തിയുണ്ട്. എനിക്ക് തോന്നുന്നു വി ഹാവ് ഡൺ അവർ പാർട്ട്. ഈ പൂജകളെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്? അതായത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പൂജകളും ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഇടത്തു നിന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റിയെയും നിലയിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണല്ലോ. അതും ഉണ്ട് യഥാർത്ഥത്തിൽ എല്ലാ പൂജകളുടെയും ഇവിടെ വന്നിരിക്കുന്ന ആചാര്യന്മാർ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് കേരളത്തിൽ. അവരൊന്ന് ഒരുമിച്ച് കൂട്ടുക. നമ്മൾ പറയല്ലേ പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. ഒരു ദേശത്തിൻ്റെ ആവശ്യം വന്നാൽ എല്ലാവരും ഒരുമിക്കും. അത് കാണിച്ചു കൊടുക്കാറായി. വിളിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതും ആവശ്യം വന്നു. മഹാമണ്ഡലേശ്വർ പറയുന്നു, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും എത്തുകയും ചെയ്തു. ഭംഗിയായി. ആദ്യം 5,000-10,000 പേരൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ലക്ഷങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇത്രയും ഭക്തരൊഴുകി എത്തുമ്പോൾ അതിനെ കാണുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയും. അത് തന്നെ ഞാൻ പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങുന്നത് മാത്രമേ നമ്മളുടെ കയ്യിലെടുക്കൂ. ബാക്കി വരുന്നത് നമ്മൾ കണ്ടനുഭവിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഓരോ വ്യക്തികളും എനിക്ക് തോന്നി 4-5 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്ക് വിശേഷമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. പക്ഷെ അവർക്കൊരു തൃപ്തിയുണ്ട്, ഞങ്ങൾക്കും. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. വളരെ നന്ദി സ്വാമി. ഏതായാലും ശില്പ, നമ്മളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ജനം ടീം പലരും ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. നേരത്തെ കൊല്ലത്ത് നിന്ന് മനോജ് വന്നിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അഖിലേഷ് ഏട്ടൻ തിരുവനന്തപുരത്തെ സാരഥിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ സ്നാനത്തിനും കുംഭമേളയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് അവസാന നിമിഷം എത്തിയല്ലോ? തീർച്ചയായിട്ടും ചേട്ടാ, വലിയ ആഗ്രഹമായിരുന്നു. ഇതുവരെ സാധിച്ചില്ല, വലിയ തിരക്കുകളൊക്കെ കൊണ്ട് മാറിപ്പോയി. എന്തായാലും അവസാന ദിവസം വരാൻ സാധിച്ചത് വലിയ സന്തോഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം? അയ്യോ, ഗംഭീരം. ഇത് വരാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ പറയായിരുന്നു, വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയെന്ന് പറയായിരുന്നു. എന്തായാലും അവസാന നിമിഷമെങ്കിലും വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഇപ്പോൾ ഇവിടെ വന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് അത് വന്നിട്ട് നമ്മൾ കുറച്ച് നേരമുള്ളൂ. അതാണ് നമ്മൾ ഗോകുലിപ്പം പറയുന്നത്. നമ്മൾ ഇതിപ്പോൾ വരാതിരുന്നെങ്കിൽ വലിയൊരു കുറവായി പോയത്. കാര്യം ഇത് കണ്ടിരിക്കണം. കാര്യം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും ഒന്ന് കാണണം. കാര്യം അതൊരു ഞാൻ അതാണ് പറഞ്ഞത്, കുറച്ച് നേരം ആയുള്ളൂ. ബാക്കി നമ്മളിനി അങ്ങോട്ട് ബാക്കി എല്ലാം കണ്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. കാര്യം ആൾക്കാരെല്ലാം അറിയണം, കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടിരിക്കണം. പക്ഷേ ഇന്നിപ്പം അവസാന ദിവസമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇനിയും വരുന്ന ദിവസങ്ങൾ ഇതേപോലുള്ള വലിയ ഇതൊക്കെ നടക്കട്ടെ. എന്തായാലും ശില്പ, രണ്ടുപേരും നിള ആരതി കണ്ടിട്ടില്ല. നിള ആരതിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൂടെ കാണുമ്പോൾ ഇവരുടെ ടോട്ടലി ഫ്ലാറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും വലിയ രീതിയിൽ ഭക്തരിങ്ങനെ ഒഴുകിയെത്തുന്നു. അമൃത സ്നാനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. അമൃത സ്നാനം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാഗസന്യാസിമാർ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 1000-ലധികം നാഗസന്യാസിമാർ ഇന്നിവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഋഷികേശിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം അവർ ട്രെയിനിൽ പാലക്കാട് എത്തി എന്നുള്ള അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് അവർ ഇവിടേക്ക് എത്തിച്ചേരും. അത്രയും തിരക്ക് ഇന്നിവിടെ അനുഭവപ്പെടുന്നത് നമുക്കറിയാം. ഇവിടെ വന്ന ആദ്യത്തെ ദിവസം മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് നാഗസന്യാസിമാർ ഇന്ന് വരും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നാഗസന്യാസിമാർ നേരത്തെ വരേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു ചില സാങ്കേതിക നാഗസന്യാസിമാർ ഇവിടെ വന്നു പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിൽ അവർക്ക് അവിടുന്ന് ഋഷികേശ് സാധിക്കില്ലല്ലോ. അവർ വരുന്നതും അവർ പോകുന്നതും എല്ലാം അവരുടെ ഒരു ഇഷ്ടപ്രകാരമായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തൊരു. മാത്രമല്ല, ഈ ഋഷികേശിൽ നിന്നും വാരണാസിയിൽ നിന്നൊക്കെ വരുന്നതിന് അവർക്ക് ട്രെയിൻ മാർഗം വരുന്നതിനൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാലതാമസം എടുത്തു എന്നുള്ളതാണ്. ഇന്നേതായാലും ഈ കുംഭമേളയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. അമൃത സ്നാനം 8 മണിയോടുകൂടെ തുടങ്ങാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ സന്യാസിവര്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിട പറയാം. കൂടുതൽ വാർത്തകൾ ഇങ്ങനെ ഞങ്ങൾ കാത്തിരിപ്പുണ്ട്. നേരത്തെ അഖിലേഷ് പറഞ്ഞു ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. അവസാനമല്ല, ഇത് ആരംഭമാണ് എന്നുള്ളതാണ്. എന്തായാലും ഹൈന്ദവ സമൂഹത്തെ വലിയൊരു അളവോളം ഉണർത്താൻ ഇതുവഴി സാധിച്ചു എന്നുള്ളതാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ വിജയം. കാരണം ആ ഒരു കൂട്ടായ്മ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിന് കുംഭമേള കൊണ്ട് സാധിച്ചു. നേരത്തെ ആ സന്യാസിവര്യൻ പറഞ്ഞതുപോലെ ധ്യാനസ്നാനത്തിലൂടെ ആത്മനിർവൃതി നുകരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആനന്ദം. ആ മണ്ണിൽ പോയപ്പോൾ കണ്ണിൽ പലരും പറഞ്ഞു ഹിന്ദുവായതിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്.
മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ എത്തിയത്, മറ്റ് മതവിഭാഗങ്ങളിൽ അതെ പെട്ടവരും തീർച്ചയായും തിരുനാവായ അതിനൊരു മണപ്പുറത്ത് പ്രത്യേക എത്തി എന്നുള്ളതാണ്. മതവിഭാഗമെന്നല്ല, എല്ലാ മതവും എല്ലാ മനുഷ്യരും ഒരുപോലെ ആ തിരുനാവായിലെത്താൻ അവിടെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, ആ ആത്മീയത തേടിയെത്തുന്ന അല്ലെങ്കിൽ പോസിറ്റിവിറ്റി തേടിയെത്തുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, വലിയൊരു ഒഴുക്ക് തന്നെയാണ് ആ അവിടെ ഒരു കണ്ടത്. വിശാല മനസ്ഥിതി മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ.